ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കരിമീൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മസാല ഇടണം. ആദ്യം മുളക് പൊടി ഇട്ടു, അത് കഴിഞ്ഞ ശേഷം 1/4 ടീസ്പൂൺ ഉപ്പ്. ഓരോരുത്തർക്ക് എരി കൂട്ടിയും കുറച്ചിടാവേ. ഇപ്പം നമ്മളുടെ ഒരളവിനാണ് എരി ഇട്ടേക്കുന്നത്. ഇനി അടുത്ത മഞ്ഞൾപ്പൊടി എത്ര ഇട്ടേ? 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. ചിക്കൻ മസാല, മീൻ മസാല, മല്ലിപ്പൊടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ 1/4 ടീസ്പൂണാണ്. നമ്മൾ മീൻ മസാലയും കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. കവറൊക്കെ തോണ്ടിയാണ് മീൻ മസാല എടുക്കുന്നത്. മീൻ മസാല നമ്മൾ കുറച്ചിട്ടിട്ടുണ്ട്. ഉള്ളതുപോലെ ഓണമല്ലേ അത്. ഇന്നത്തെ കുക്ക് ഏട്ടനാണ്. മീൻ കട്ടിങ് വീഡിയോ എടുത്തിട്ടില്ല, ടൈമൊന്നും കിട്ടിയതില്ല. എല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്സിങ്ങും കഴിഞ്ഞു. നമ്മുടെ കരിമീനകത്ത് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കരിമീൻ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. അതുകൊണ്ട് നമ്മൾ മസാല വട്ടി 10-20 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം എണ്ണ പാനിനകത്ത് വെച്ചിട്ടുണ്ട്. 3 മീനേ ഉള്ളു. കുക്കിയും കാര്യങ്ങളെല്ലാം ഏട്ടൻ തന്നെയാണ്. എപ്പോഴും ഞാൻ തന്നെ വേവിക്കുന്നത്. ഓരോ ദിവസത്തേക്ക് ചേഞ്ച് ഏട്ടൻ. 4 സൈഡിൽ എണ്ണയൊക്കെ ആക്കിയിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് മീൻ ഫ്രൈ ചെയ്തിടാവേ. നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മീൻ ഇട്ടിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. ഇതിന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഡെക്കറേഷനൊക്കെ ചെയ്തെടുക്കാവേ. നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഡെക്കറേഷനൊക്കെ ചെയ്താണ് ഏട്ടായി തന്നേക്കുന്നത്. ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച ഏട്ടനാണ്. ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ. ഞാൻ വറുത്ത ചട്ടിക്കകത്ത് ചോറൊക്കെ ഇട്ട് പുരട്ടി ഗുമ എന്ന് പറഞ്ഞ് തിന്നും. പക്ഷെ സംഭവം കൊള്ളാം കേട്ടോ. 3 കരിമീനേ ഉള്ളൂ. എന്നാലും ഏട്ടായി നല്ല സൂപ്പറായിട്ട് എനിക്ക് സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ എൻ്റെ അമ്മച്ചി വായിക്കൂടെ വെള്ളമുണ്ട്. തിന്നുമ്പോഴുള്ള ഒരവസ്ഥ അയ്യോ ഓർക്കാൻ പോലും വയ്യ. അന്നേരം ഓക്കെ, ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് കാണുന്നവർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതാണ്ട് ഞാൻ ഈ മീൻ വറുത്തതിനകത്തിട്ട് പുരട്ടി എടുത്തതാണ്, കുറച്ചേ ഉള്ളൂ. പിന്നെ നെത്തോലിക്കറിയുണ്ട്, അച്ചാർ, മീൻ ഫ്രൈ. നമ്മുടെ അതിനകത്ത് കോമ്പിനേഷനായിട്ട് പച്ചമുളക്, സവാള, തക്കാളി, പിന്നെ ഒരു ശകലം നാരങ്ങയുടെ അരമുറിയേ, പിന്നെ കുറച്ച് മസാല ഏട്ടായിട്ട് തുറന്നുണ്ട്. നമുക്കിതന്ന് ഫസ്റ്റ് പുരട്ടിയെടുക്കാം. ആദ്യം ഒരു കഷ്ണം കുറച്ച് മീനെടുത്തിട്ടുണ്ട്. സവാള, തക്കാളി, ഇത് ഇത്ര ഉണ്ടായിട്ട് എൻ്റെ ഏട്ടായിക്ക് തന്നെ ഫസ്റ്റ് കൊടുക്കാം. പാട്ട് ഏട്ടായിക്ക് ഞാൻ വായിലോട്ട് ഉരുട്ടി വെച്ച് കൊടുക്കുകയാണേ. ഇതാണ് എൻ്റെ ചേട്ടായി. ഭയങ്കര സന്തോഷമുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞാനെന്താ കരിമീനൊക്കെ കഴിച്ചു. ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റാണ് സാധനം കേട്ടോ. എന്തിനാ പറയേണ്ടതെന്ന് ഒരു ഇതുമില്ല. അത്രയ്ക്കും ടേസ്റ്റായിട്ടാണ് ഏട്ടായി ഉണ്ടാക്കി തന്നേക്കുന്നത്. തിന്നിട്ടും കൊതി തീരുന്നില്ല. ആകെപ്പാടെ 3 ഉള്ളൂ. എപ്പോൾ തീരുമെന്നൊന്നും അറിയാൻ വയ്യ. മിക്കവാറും ഞാൻ തന്നെ ഇത് സാധനം തിന്ന് തീർക്കുമെന്നാണ് തോന്നുന്നത്. സൂപ്പർ.
എന്നാൽ എല്ലാവർക്കും ബൈ.